ഒരു ബൈറ്റ് കൈയിടും. ഈ ഒരു നിമിഷം എനിക്ക് ആദ്യമായിട്ട് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത അതെ. ഓ അത് ശരി. എനിക്കെപ്പോഴും ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റായിട്ട് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും ടീച്ചർ എന്നാണ് വിളിക്കുന്നത്, അറിയാമല്ലോ. നമ്മളിപ്പോഴും ഡാൻസ് പഠിക്കാറുണ്ട്. ഞാൻ സ്റ്റേജ് പ്രോഗ്രാം ഇപ്പോൾ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഡാൻസ് ഞാനിപ്പോഴും പഠിക്കുന്നുണ്ട്, അങ്ങനെ പോകുന്നു. പിന്നല്ലാതെ ഇന്നത്തെ പ്രോഗ്രാം നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ്. പുതിയ സ്റ്റുഡൻസ് വരുന്ന നമുക്ക് പുതിയ റിലേഷൻസ്, ഇപ്പോൾ സൗഭാഗ്യ വീണ്ടും ഒഡീസിയും കൂടെ ആർട്ട് ഫോം ആഡ് ചെയ്തു നമ്മുടെ സ്കൂളിൽ. അപ്പം അങ്ങനെ വളരെ സന്തോഷം. നമ്മളെ സ്കൂളിങ്ങനെ വളരട്ടെ, അതാണ് ദൈവത്തിൻ്റെ അടുത്തുള്ള പ്രാർത്ഥന. ഇല്ല, ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല. ചെറിയ ഒരു അറിവ് വെച്ച് പഠിപ്പിക്കരുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വെൽ ട്രെയിൻഡ് ആയിട്ടൊക്കെ ഉള്ള ആൾക്കാർ നമുക്ക് ഉള്ളപ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അല്ലെങ്കിൽ ക്ലാസിക്കലൊന്നും ഡാൻസ് പഠിപ്പിക്കുന്നില്ലായിരുന്നു. കുറച്ച് ബോളിവുഡ് ഡാൻസിങ് ഒക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ക്ലാസിക്കൽ എപ്പോഴും സൗഭാഗ്യം ടീച്ചർ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഈ വിദ്യാരംഭം നമുക്ക് എല്ലാ വിദ്യാരംഭവും ഇങ്ങനെ തന്നെയാണ്. ന്യൂ അഡ്മിഷൻസ് വരും, നമ്മുടെ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസ് അടുത്തൊരു പുതിയൊരു കാര്യം പഠിച്ചു പോകുന്നു. ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യം പറഞ്ഞ സംഭവമാണ്, എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം തൊട്ടേ വിദ്യാരംഭം ആ ഒരു മെമ്മറി എന്ന് പറഞ്ഞാൽ ഡാൻസ് ക്ലാസ്സിൽ പുതിയ സ്റ്റുഡൻസൊക്കെ ആയിട്ട് എൻ്റെ അമ്മ, അച്ഛൻ, ഞങ്ങൾക്ക് ഡാൻസ് അക്കാഡമിയിലുള്ള ഒരു വലിയൊരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഈ വിദ്യാരംഭം എന്ന് പറയുന്നത്. സോ ഇന്നും അതുപോലെ തന്നെ ആയിരുന്നു. പക്ഷേ ഒരുപാട് ആൾക്കാർ അതിൽ മിസ്സിങ് ആണ്. അമ്മൂമ്മയില്ല, അച്ഛനില്ല. ചേട്ടൻ്റെ സൈഡിൽ നിന്ന് ചേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കരമായ ആർട്ട് ലവേഴ്സാണ് അവർ. ഇപ്പം ആൾക്കാരില്ലാത്തതിൻ്റെ ഒരു വിഷമം ഒരു സൈഡിലുണ്ട്. പക്ഷേ പുതിയ കുറേ ആൾക്കാർ പഠിക്കാൻ വരുന്ന നമ്മൾ ഇന്ന് ഒരുപാട് പുതിയ കാര്യങ്ങൾ വരുന്നു, പഠിക്കാൻ പോകാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മുടെ ക്ലാസിക്കൽ ഡാൻസസ് ഒക്കെ പഠിക്കാനായിട്ട് ഇന്നും ഇൻട്രസ്റ്റ് കാണിക്കുന്നു, പേരൻസ് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡുണ്ട്, എല്ലാം ഓൺലൈനിൽ കൂടെ പഠിക്കുക, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും നമ്മുടെ അടുത്തൊക്കെ വന്ന് പഠിക്കാനായിട്ട് ഉള്ള ഒരു മനസ്സ് കാണിക്കുന്നതിൽ അങ്ങേയറ്റത്തൊരു സന്തോഷമാണുള്ളത്. പേരൻസൊക്കെ അത് ചൂസ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇല്ല, ഇന്ന് സ്റ്റേജിൽ കയറിയത് എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസ് ആണ്. ഇന്ന് പുതിയ കുട്ടികൾ വന്ന് നമസ്കരിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അവർക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ആണ്. ഞാൻ അവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും അവർക്കൊരു കോൺഫിഡൻസ്. എനിക്ക് അങ്ങനെ ഉണ്ട്. പലപ്പോഴും എനിക്ക് അർജുൻ ചേട്ടൻ്റെ അമ്മയുടെ മുഖം കാണുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആണ്. അതേപോലെ അവർ സ്ഥിരമായിട്ട് ഡാൻസ് ക്ലാസ്സിൽ എൻ്റെ മുഖം കണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ അവരുടെ പെർഫോമൻസ് നടക്കുന്ന സമയത്ത് എന്നെ നോക്കുമ്പോൾ എൻ്റെ ഫേസിലോട്ട് നോക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വാലിഡേഷൻ, ടീച്ചറിൻ്റെ മുഖം ചിരിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ, ആ ഒരു കോൺഫിഡൻസിന് വേണ്ടി തന്നെയാണ് ഫ്രണ്ടിലോട്ട്. എനിക്കൊരു 100+ ഉണ്ട്. കൃത്യമായ കണക്കെടുത്തിട്ടില്ല, 100+ ഉണ്ട്. ഒരു വർഷം പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നോക്കുന്നത് ക്ലാസ്സുകളിൽ. അങ്ങനെ പുതിയ മാറ്റങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഓരോ ആർട്ട് ഫോം എനിക്കറിയാവുന്ന ഓരോരോ ആർട്ട് ഫോംസ് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, അങ്ങനെയുള്ളതേ ഉള്ളൂ. പിന്നെ ഫെസിലിറ്റീസ് ഇൻക്രീസ് ചെയ്താൽ കൊള്ളാം എന്നൊക്കെ എനിക്കും തോന്നാറുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ ഡാൻസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ടോപ്പ് നോച്ച് ക്വാളിറ്റിയിലല്ലേ, AC അങ്ങനെയൊക്കെയല്ലേ വരുന്നത്. ആ ലെവലിലെ അപ്ഗ്രഡേഷനൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കും തോന്നാറുണ്ട്, നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ. എൻ്റെ റെൻറ്റഡ് പ്ലേസ് ആണ് ഡാൻസ് ക്ലാസ്. അപ്പം എനിക്ക് മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്നതിലൊരു പരിധിയുണ്ട്. എന്തെങ്കിലും ഒരു സ്വന്തം സ്ഥലമൊക്കെ ഡാൻസ് ക്ലാസ് ആകുമ്പം ആൾക്കാർക്ക് കൂടുതൽ പാർക്കിംഗ് ഫെസിലിറ്റിയും പേരൻസിനൊക്കെ ഇരിക്കാൻ കുറച്ചും കൂടെ ഡീസൻ്റ് ആയിട്ടുള്ള പ്ലേസും അങ്ങനെയൊക്കെ അവരുടെ കൂടെ വരുന്നവർക്ക് കുറച്ചും കൂടെ കൺവീനിയൻസ് കൊടുക്കണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ പ്രാവശ്യം മോള് കളിക്കുന്നൊക്കെ പറഞ്ഞാണ് യൂണിഫോം ഇട്ട് വന്നത്. പക്ഷെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ ആൾ ഫുൾ ഡാൻസ് കളിച്ച് തളർന്നു പോയി. എല്ലാവരുടെയും ഇവരുടെ കൂടെ ഡാൻസ് ചെയ്തേ.